നമസ്തേ. രഞ്ജിത്ത്. ധ്യാനം ചെയ്യുമ്പോൾ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യാം. നമ്മുടെ ശരീരവും മനസ്സും വൈകാരിക തലവും എല്ലാം വ്യത്യസ്തമാണ്. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഫിസിക്കൽ സിറ്റുവേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇമോഷണൽ സിറ്റുവേഷൻ, മെൻ്റൽ സ്റ്റേറ്റ് ഉണ്ട്, സ്പിരിച്വൽ സ്റ്റേറ്റ് ഉണ്ട്. അതിന് പരിപാകപ്പെടുന്നതിനനുസരിച്ചായിരിക്കണം ധ്യാനങ്ങൾ ചെയ്യേണ്ടത്. ധ്യാനം ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ടീച്ചറുടെ, ഗുരുവിൻ്റെ നിർദ്ദേശം ആവശ്യമുണ്ട്. നാം പത്രങ്ങളിൽ നിന്നോ സോഷ്യൽ മീഡിയയിൽ നിന്നോ പരസ്യങ്ങൾ കണ്ട് വലിയ വലിയ ധ്യാനങ്ങൾ പഠിക്കാൻ പോയാൽ അതിനൊരു ഫൗണ്ടേഷൻ ഇല്ലാതെ നാം ചെയ്തു തുടങ്ങിയാൽ അത് ചിലപ്പോൾ ഗുണത്തിനേക്കാൾ കൂടുതൽ ദോഷകരമായി വരുമെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഹീലറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ഇങ്ങനെ ധ്യാന പരിശീലനങ്ങൾ ചെയ്ത് അവർക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികളും കുണ്ടലിനി സിൻഡ്രോം പോലുള്ള രോഗങ്ങളുണ്ടായി എനിക്ക് ചികിത്സിക്കേണ്ടി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് അനുഭവം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. എപ്പോഴും ഒരു ധ്യാനം പരിശീലിക്കുമ്പോൾ ഒരു അധ്യാപകൻ്റെ മാർഗനിർദ്ദേശം വേണം. അതറിയുന്ന ശരിയായ ഗുരുവിൽ നിന്ന്, പരമ്പരകളിൽ നിന്നും അറിഞ്ഞ അറിവ് പകർന്നു തരുന്ന ഒരു ടീച്ചർ തന്നെയായിരിക്കണം. നാം കുറുക്ക് വഴികളെടുത്ത് തയ്യാറാക്കുന്ന ധ്യാന സമ്പ്രദായങ്ങളൊക്കെ പഠിച്ചാൽ അത് പിന്നീട് ജീവിതത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് നാം ആലോചിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ധ്യാനത്തിന് മുന്നുള്ള പരിശീലനങ്ങൾ, തയ്യാറെടുപ്പുകൾ വളരെ പ്രധാനമാണ്. നാം ഇരിക്കുന്ന സ്ഥലം വൃത്തിയാക്കണം, നാം ശരീരം ശുചീകരിക്കണം. കാരണം ധാരാളം സ്പിരിച്വൽ അതുപോലെ തന്നെ കോസ്മിക് എനർജി ആഗിരണം ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ബോഡി. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകളൊക്കെ കൂടും. ഫെർട്ടിലൈസർ പോലെ വരുമ്പോൾ ഫെർട്ടിലൈസിങ് ആയിട്ടാണ് ഈ എനർജി വരിക. അപ്പോൾ അതൊക്കെ ഇനി മാഗ്നിഫൈ ചെയ്യും. അപ്പോൾ ചീത്തകളുണ്ടെങ്കിൽ അതുപോലും നമ്മിൽ നിന്ന് മാഗ്നിഫൈ ചെയ്ത് നമ്മളെ ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ട് ഈ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ് എപ്പോഴും ധ്യാന പരിശീലനത്തിന് മുമ്പ് ചെയ്യേണ്ടതാണ്. അതിൽ ഒരു വഴിയാണ് എക്സസൈസുകൾ ചെയ്യുക. നല്ലപോലെ എക്സസൈസ് ചെയ്തതിന് ശേഷം ബ്രീത്തിങ് പ്രാണായാമങ്ങൾ ചെയ്തതിന് ശേഷമേ ധ്യാനത്തിന് ഇരിക്കാനായിട്ട് പാടുള്ളൂ. ധ്യാനത്തിന് ഇരിക്കുമ്പോൾ നിവർന്നിരിക്കണം, നട്ടൽ നിന്നിരിക്കണം, ശിരസ് നേരെ പിടിക്കണം. അതുപോലെ ആ ധ്യാനത്തിന് ചേരുന്ന തരത്തിലുള്ള മുദ്രകൾ ഉണ്ട്. എല്ലാ മുദ്രകളും സ്വയം പരീക്ഷണങ്ങൾ നടത്തരുത്. അത് പലതരത്തിൽ അഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടാക്കാൻ കാരണമാകും. ചില മുദ്രകൾ, ചില വളരെ സവിശേഷമായ മുദ്രകൾ സ്ഥിരമായി അങ്ങനെ ആ മുദ്രകൾ നാം പിടിക്കുമ്പോൾ നമ്മുടെ പല ഭൗതിക തലത്തിലുള്ള ആവശ്യങ്ങളും ശക്തികളും നഷ്ടമാവുന്നത് കാണാം. അതുകൊണ്ട് തന്നെയാണ് ഒരു ഗുരുവിനാൽ ശരിയായ ഒരു ടീച്ചറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ട്രെയിനറിൽ നിന്ന് ഇത് പഠിച്ചെടുക്കേണ്ടതുണ്ട്. ശരിയായ പരമ്പരകളെ കാത്തു സൂക്ഷിക്കുന്ന പ്യൂരിറ്റി ഓഫ് ടീച്ചിങ്സ് ഉള്ള സ്ഥലത്തു നിന്ന് തന്നെ ധ്യാനം പഠിക്കണം. പല സ്ഥലങ്ങളിലും ധ്യാനം പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് നാം ഒരു ഇൻ്റലിജൻ്റ് ഇവാലുവേഷൻ വേണം നമുക്ക് ധ്യാനം കൊണ്ടുള്ള മേന്മ ഉണ്ടാകണമെങ്കിൽ. സെൽഫ് റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നാം നമ്മെ തിരിച്ചറിഞ്ഞ് നമുക്ക് എത്രമാത്രം പ്രാപ്തിയായി ഓരോന്ന് ചെയ്യാൻ. ധ്യാനം പല തരത്തിലുള്ള ധ്യാനങ്ങളുണ്ട്. ധ്യാനമെന്ന് പറഞ്ഞാൽ ഒരു കാര്യം മാത്രമല്ല, ഒരു ധ്യാനം മാത്രമല്ല, വ്യത്യസ്തമായ ധ്യാനങ്ങളുണ്ട്. അതിന് ഫൗണ്ടേഷനായിട്ട് ചില ധ്യാനങ്ങൾ പരിശീലിച്ചിട്ടേ അതിൻ്റെ അടുത്ത മുകളിലേക്കുള്ള ധ്യാനത്തിലേക്ക് നാം കടന്ന് പോകാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഹയർ റിലാമിലേക്ക് നാം കടക്കുമ്പോൾ നമ്മൾ പ്യൂരിഫൈഡ് അല്ലെങ്കിൽ ഈ ശക്തി കടന്നു വരുന്ന പവർ, കോസ്മിക് അതുപോലത്തെ ഡിവൈൻ പവറൊക്കെ നമ്മുടെ ഉള്ളിൽ കടന്നു വന്ന് ഇംപ്യൂരിറ്റീസിനെ മാഗ്നിഫൈ ചെയ്ത് അത് വ്യത്യസ്തമായ തരത്തിൽ രോഗങ്ങളും പ്രശ്നങ്ങൾക്കും കാരണമാകും. അപ്പോൾ ധ്യാനത്തിന് മുമ്പേ ചെയ്യേണ്ടുന്ന ചില അനുഷ്ഠാനങ്ങളുണ്ട്. അത് വലിയ വലിയ ധ്യാനങ്ങൾ ചെയ്യുമ്പോൾ അതിന് വ്യത്യസ്തമായ തരത്തിലുള്ള അനുഷ്ഠാനങ്ങളുണ്ട്. ബ്ലൂ ടെട്രാഹീഡ്രൻ പോലെയുള്ള ചില മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ്സിനെ കളഞ്ഞ് ശുദ്ധീകരിച്ച് നമ്മുടെ ശരീരഭാരം കുറച്ചിട്ട് വേണം ധ്യാനത്തിന് ഇരിക്കാൻ. അതുപോലെ തന്നെ വ്യത്യസ്തമായ പ്രാണായാമങ്ങളുണ്ട്.
അത് പരിശീലിക്കണം. ഓരോ ധ്യാനത്തിനും വ്യത്യസ്തമായ പ്രാണായാമങ്ങൾ പരിശീലിച്ച് വ്യത്യസ്തമായ എക്സസൈസുകൾ ചെയ്ത് ഉള്ളിലെ ഇന്നർ ഡേട്ടുകളെ എനർജി ബോധത്തിലൊക്കെയുള്ള ഡേട്ടുകളെ ഒക്കെ പുറത്തേക്ക് തള്ളി കളയാനുള്ള പരിശീലനം ചെയ്യണം. അതിനൊക്കെ അധികം സമയമൊന്നും എടുക്കില്ല, പക്ഷെ അത് കൃത്യമായി അതിൻ്റെ എണ്ണം ഫോളോ ചെയ്ത് ഒരു ശരിയായ ഗുരുവിൻ്റെ കീഴിൽ പഠിച്ച് അഭ്യസിച്ചിട്ടുള്ളൊരു ഒരു ടീച്ചറിൽ നിന്ന് തന്നെയായിരിക്കണം ഇതൊക്കെ ചെയ്യേണ്ടത്. പിന്നെ ധ്യാനത്തിന് കൃത്യമായ സമയം നിശ്ചയിക്കണം, അത് അത്യാവശ്യമാണ്. എല്ലാ ദിവസവും ഇന്ന സമയത്ത് ധ്യാനം ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തണം. അത് അത് നമ്മൾ കീപ്പ് ചെയ്യണം ആ സമയത്തെ. കാലത്താണെങ്കിൽ കാലത്ത്, അല്ലെങ്കിൽ വൈകിയത് 2 നേരം 3 നേരം ഒന്നും ധ്യാനം ചെയ്യേണ്ട, അത് ആവശ്യമില്ല. നമുക്ക് ഈ ലോകത്ത്, ഈ ഭൗതിക ലോകത്ത് കൂടെ നിലനിന്ന് ഇവിടുത്തെ കർമാനുഷ്ഠാനങ്ങൾ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഏറ്റവും ഉന്നത തലത്തിലേക്കൊക്കെ പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ഭൗതികമായ കാര്യങ്ങളോട് താല്പര്യം കുറയാതിരിക്കാനായിട്ട് നാം അതിന് വേണ്ടുന്ന പരിശീലനങ്ങളും ധ്യാനം കഴിഞ്ഞിട്ട് ചെയ്യണം. റൂട്ടിങ് പോലെയുള്ള, ഗ്രൗണ്ടിങ് പോലെയുള്ള കാര്യങ്ങൾ. സമയം കൃത്യമായിരിക്കണം. അതുമാതിരി ദിശകൾ തിരഞ്ഞെടുക്കുന്നത് പ്രത്യേകമായ ദിശകളായിരിക്കണം. അതുപോലെ മുദ്രകൾ കൃത്യമായിരിക്കണം. ഓരോ ധ്യാനത്തിൻ്റെയും മുദ്രകൾ കൃത്യമായിരിക്കണം. വൃത്തിയുള്ള സ്ഥലമായിരിക്കണം. എന്നും ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ധ്യാനം ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുപോലെ ധ്യാനം നമുക്ക് കാലം മുഴുവൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമുക്ക് പതിവായി ധ്യാനം ചെയ്യാത്തവർക്ക് ആത്മീയമായ പുരോഗതി ലഭിക്കില്ല എന്നുള്ളതിന് ഒരു തർക്കമില്ല. അത് നമ്മളെ ഒരു വലിയൊരു പ്രോസസ്സ് നടക്കുകയാണ് ഈ ധ്യാനം ചെയ്യുമ്പോൾ. നമ്മുടെ ശരീരത്തിൽ, ഫിസിക്കൽ ബോഡിയിൽ, ഫിസിക്കൽ എനർജി ബോഡിയിൽ, ഇമോഷണൽ എനർജി ബോഡിയിൽ, മെൻ്റൽ എനർജി ബോഡിയിൽ, സ്പിരിച്വൽ എനർജി ബോഡിയിൽ ഒക്കെ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ ഉന്നതമായ സാധനങ്ങളിലേക്ക്, ഈശ്വരീയമായ അല്ലെങ്കിൽ ഉന്നതമായ ഹയർ റിലമിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഈ പരിശീലനങ്ങൾ കുറേ എണ്ണം അതൊക്കെ പറയുമ്പോൾ ഇത് കുറേ സമയമൊന്നും എടുക്കണമല്ല. ഏത് തലത്തിലാണോ നാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം കൂടി 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തീരുന്നതാണ്. ഈ 1 മണിക്കൂർ ജീവിതത്തിൽ നാം മാറ്റിവെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ സമയം അത് തന്നെയായിട്ട് മാറി നമ്മുടെ ജീവിതത്തിന് അതിനൊരു വലിയ സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് അതുപോലെ തന്നെ ധ്യാനം ചെയ്യുന്ന സമയത്ത് ഫുള്ളി കോൺസെൻട്രേറ്റഡ് അല്ല ധ്യാനം എന്ന് പറയുന്നത്. അവയർനെസ് വിത്ത് കോൺസെൻട്രേഷനാണ്, അവയർനെസ് വിത്ത് ഫോക്കസിങ് ആണ്. അല്ലാതെ നാം വിചാരിക്കുന്നത് നമ്മുടെ ശ്രദ്ധ തെറ്റിയാലോ, നമ്മളൊരു ശബ്ദം കേട്ടാലോ, വേറൊരു കാര്യം ചിന്തിച്ചാലോ ആകെ തെറ്റിപ്പോയി എന്ന് വിചാരിക്കേണ്ടതില്ല. ഒരു ചിന്തയിൽ നിന്നും അടുത്ത ചിന്തയിലേക്ക് കടന്നു പോകുന്നതിൻ്റെ ഇടവേളകളിൽ ഒരു നിശബ്ദതയുണ്ട്, അവിടെയാണ് ധ്യാനമുള്ളത്. അപ്പോൾ ധ്യാനം എന്നുള്ളത് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്ത് ചിന്തകളോ ശബ്ദങ്ങളോ കേൾക്കാതെ ഇരിക്കുക എന്നുള്ളതല്ല. അത് തെറ്റായിട്ടുള്ള ഒരു മനസ്സിലാക്കലുകളാണ്. നാം ശബ്ദമുണ്ടായിക്കോട്ടെ, എന്നാലും നാം ആ ശബ്ദം കേൾക്കുന്നു, അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ധ്യാനത്തിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ കാലക്രമേണ നമുക്ക് ഈ ശബ്ദങ്ങളോ ചിന്തകളോ കുറഞ്ഞു വരുന്നതും നാം ധ്യാനം ചെയ്യുന്ന സമയത്ത് ആത്മീയമായ ഒരു ശാന്തതയിലേക്ക് നാം എത്തിച്ചേരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ മുദ്രകൾ സ്വന്തമായിട്ട് കണ്ടെത്തി പരീക്ഷണം ചെയ്യരുത്. അത് പലതരത്തിൽ അഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടാക്കുമെന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിശ്ചലതയും ബോധാവസ്ഥയും വളർത്തിയെടുക്കുക. ധ്യാനം ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന നിശബ്ദതകളുടെ ദീർഘം കൂട്ടാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അവയർനെസ്സും കൂട്ടാനായിട്ട് ശ്രമിക്കുക. ഒന്നുകൂടി പറയാം, ധ്യാനത്തിന് മുമ്പ് ശുദ്ധിയാവണം. അതുപോലെ ഫിസിക്കൽ ബോഡി ശുദ്ധിയാവുന്നത് പോലെ തന്നെ നമ്മുടെ എനർജി ബോഡികൾ ശുദ്ധമായിരിക്കണം. നമ്മുടെ ചക്രകളും പരമാവധി ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ധ്യാനം ചെയ്യുന്ന നേരത്ത് ശുദ്ധീകരണം നടക്കുന്നുണ്ട്, പക്ഷേ ധ്യാനത്തിന് മുന്നും നമ്മൾ ശരീരത്തിനൊന്ന് ഉഴുതുമറിച്ച് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്. ഊർജ്ജങ്ങൾ കടന്നു വരുമ്പോൾ മെറീഡിയനുകളിലൊന്നും ബ്ലോക്ക് ചെയ്യാതെ, അവിടെ ഇവിടെയൊന്നും തങ്ങി നിൽക്കാതെ കൃത്യമായി എല്ലാ ഭാഗത്തും ശരീരത്തിലേക്ക് അസിമുലേറ്റ് ചെയ്ത് പോകാനായിട്ട് നാം വ്യായാമം ചെയ്ത് തന്നെയേ പറ്റൂ. അതുപോലെ തന്നെ പ്രാണായാമങ്ങൾ ചെയ്തതിന് ശേഷം അത് കൃത്യമായ പോസ്റ്ററിൽ, കൃത്യമായ മുദ്രകളിൽ, കൃത്യമായ ദിശയിലേക്ക് തന്നെ നോക്കിയിരുന്ന് നാം ചെയ്യാനായിട്ട് ശീലിക്കണം. അതിനൊരു ചിട്ടയുണ്ട് എന്ന് വെച്ച് വലിയ വലിയ പ്രോട്ടോക്കോളുകളുണ്ട് എന്നല്ല അർത്ഥം. പക്ഷെ ചില കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ധ്യാനം ചെയ്യുമ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു ടീച്ചറിൽ നിന്ന് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണം.
അത് കൃത്യമായി പരിശീലിക്കണം, കൃത്യമായ സ്ഥലം തിരഞ്ഞെടുക്കണം. അതുപോലെ ശുചീകരണം പ്രത്യേകമായി വേണം. ധ്യാനത്തിന് ശേഷവും എക്സസൈസ് ചെയ്ത് കടന്നു വന്ന ഊർജത്തെ, ശക്തിയായിട്ടുള്ള ഊർജം നിറഞ്ഞിരിക്കുന്നതിന് ഭൂമിയിലേക്ക് റൂട്ട് ചെയ്യേണ്ടതുണ്ട്. ആ ഊർജത്തെ ഭൂമിയിലേക്കും കൂടെ താഴേക്ക് വേരുകളായിട്ട് പായിക്കേണ്ടതുണ്ട്. നമുക്കപ്പോൾ ധ്യാനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ അപ്പർ ചക്രകളൊക്കെ ഓപ്പൺ ആവുകയും കൂടുതൽ ഡിവൈൻ ബന്ധങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഭൗതിക തലത്തിലും നല്ല ബന്ധം ഉണ്ടാകാനായിട്ട് റൂട്ടിങ് തീർച്ചയായിട്ടും ചെയ്യണം. അത് വലിയ ഒരു നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തികമായ അവസ്ഥയ്ക്കും അതുപോലെ തന്നെ ഭൗതികമായ തലത്തിലൊക്കെയുള്ള ഉയർച്ചകൾക്കും ആരോഗ്യപരമായിട്ടും ഒക്കെ ശക്തി തരാനായിട്ട് ഈ ഭൂമിയായിട്ടുള്ള റൂട്ടിങ്, ഗ്രൗണ്ടിങ് സഹായിക്കും. അല്ലാതെ ധ്യാനത്തിന് മുന്നും ധ്യാനത്തിന് ശേഷവും എക്സസൈസ് ചെയ്യണമെന്നും പ്രാണായാമം ധ്യാനത്തിന് മുന്നിൽ ചെയ്തതിനും അതുപോലെ തന്നെ ബ്ലൂ ടെട്രാഹീഡ്രൻ പോലെയുള്ള നമ്മുടെ ഉള്ളിലുള്ള വീക്ക്നെസ്സുകളെ, നെഗറ്റീവായിട്ടുള്ള ഊർജങ്ങളെ കളഞ്ഞതിന് ശേഷം ധ്യാനത്തിന് ഇരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ലൊരു ദിവസം നോക്കി ധ്യാനം തുടങ്ങണം. ഞാൻ ഒട്ടനവധി പേരെ ഈ യോഗപ്രാണവിദ്യയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അവരൊക്കെ ധ്യാനങ്ങളും പഠിച്ചിട്ടുള്ളതാണ്. ധ്യാനങ്ങളൊക്കെ അവർ പരിശീലിക്കുന്നുണ്ടോ എന്നറിയില്ല. എൻ്റെ ഈ വീഡിയോ എപ്പോഴെങ്കിലും കാണാനായിട്ട് ഇത് യൂട്യൂബിൽ ഇട്ട് തുടങ്ങിയത് ഇപ്പോഴാണല്ലോ. അപ്പോൾ ഇതാരെങ്കിലുമൊക്കെ കാണാനൊക്കെ തുടങ്ങിയാൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കണം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ധ്യാനത്തിൻ്റെ ഓഡിയോ നിങ്ങൾ ഏത് സ്റ്റേജിലാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത് എന്നുള്ളതും എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയൊക്കെ എനിക്ക് അയച്ചാൽ ഞാൻ ആ ഓഡിയോ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഡോക്യുമെൻ്റായിട്ട് അയച്ചു തരാം. നിങ്ങൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളെയൊക്കെ വലിയ ഉന്നത തലത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ കണ്ടുമുട്ടാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹത്തോടെ നിർത്തട്ടെ. രഞ്ജിത്ത്, നമസ്തേ. താങ്ക് യു.